മൃഗങ്ങൾ അധിക സമയത്തും വലിയ വലിയ അപകടങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് മനുഷ്യന്മാരുടെ സഹായം തീർച്ചയായിട്ടും വേണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൃഗങ്ങൾ മനുഷ്യന്മാരുടെ സഹായം ചോദിച്ച കുറച്ച് വളരെയധികം രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇദ്ദേഹം ബോട്ടിൽ പോകുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിന് ഒരു പൂച്ചക്കുട്ടിയെ വെള്ളത്തിൽ കാണാൻ സാധിച്ചത്. ആ പൂച്ചക്കുട്ടി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. കാരണം പൂച്ചക്കുട്ടിക്ക് അറിയാം ഇനി ആ പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. മുതലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം വളരെയധികം അപകടം പിടിച്ച ഒരു ജീവി തന്നെയാണ് മുതല. സോ ഒരു മുതല അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ അതിനെ രക്ഷിക്കാൻ പോകുമോ? ഇവിടെ ഈ മുതലയുടെ തലയിലേക്കൂടി ഒരു ടയർ കുടുങ്ങിയതാണ്. ഇനി ആ മുതല മാത്രം വിചാരിച്ചാൽ ആ ടയർ പുറത്തെടുക്കാൻ കഴിയില്ല. അതിന് മനുഷ്യന്മാരുടെ സഹായം തന്നെ വേണം. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഇവരെല്ലാവരും കൂടി ആ മുതലയെ വെള്ളത്തിൽ നിന്ന് എടുക്കുകയും ശേഷം ആ ടയർ മുറിച്ച് അത് മുതലയുടെ കഴുത്തിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു മുതല ഒരു പട്ടിക്കുട്ടിയെ തിന്നാൻ നോക്കിയതാണ്. അപ്പോഴായിരുന്നു ധൈര്യശാലിയായിട്ടുള്ള ഇദ്ദേഹം ആ മുതലയുടെ വായിൽ നിന്ന് ആ പട്ടിക്കുട്ടിയെ രക്ഷിച്ചത്. നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാം അദ്ദേഹം ഒരു ഗ്ലൗസോ ഒരു സേഫ്റ്റി ഗിയേഴ്സും ഇല്ലാതെയാണ് ആ പട്ടിക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് ആ മുതലയുടെ അടുത്തേക്ക് പോയത്. വളരെയധികം ധൈര്യശാലിയായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. ഗൈസ്, ഇവിടെ ഒരു മൃഗം കുടുങ്ങിയിട്ടുണ്ട്. അത് ഏതാണ് മൃഗമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ചെറിയ പക്ഷിയോ അല്ലെങ്കിൽ ചെറിയ പൂച്ചക്കുട്ടിയോ മറ്റോ ആയിരിക്കും എന്നായിരിക്കും. പക്ഷേ അതൊന്നുമല്ല. ഇവിടെ ഒരു കങ്കാരുവിന്റെ കുട്ടിയാണ് കുടുങ്ങിയത്. സോ അത്രയും ചെറിയ ഹോളിന്റെ അകത്ത് ആ കങ്കാരു എങ്ങനെയാണ് വീണതോളി? എന്തായാലും ആ കുട്ടി കങ്കാരുക്ക് പരിക്കുകളൊന്നും തന്നെ പറ്റിയിട്ടില്ല. ഇവരെ അതിനെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് വന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുറുക്കന്റെ തലയിൽ ഒരു ജാറ് കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ കുറുക്കന് എങ്ങനെയും തല പുറത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴായിരുന്നു ഈ കുറുക്കൻ മനുഷ്യന്മാരെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് പോയത്. അവർ അതിന്റെ തലയിൽ നിന്ന് ആ ജാറ് പുറത്തെടുത്തു കൊടുക്കുകയും ചെയ്തു. കാട്ടിലെ രാജാവായ സിംഹം അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ രക്ഷിക്കുമോ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രക്ഷിക്കാൻ നിൽക്കില്ല. കാരണം എനിക്ക് നല്ല പേടിയാണ്. പക്ഷേ ഇവിടെ അതല്ല സംഭവം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സിംഹത്തിന്റെ അവസ്ഥ കാണാം. വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ആ സിംഹത്തിൻ്റെത്. പക്ഷെ ഇവരെല്ലാവരും കൂടി അതിനെ രക്ഷിക്കാൻ വേണ്ടി ക്യാമ്പയിനൊക്കെ തുടങ്ങി അവസാനം ആ സിംഹത്തിനെ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സിംഹം നല്ല ആരോഗ്യവാനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കുറുക്കന്റെ തല ജാറിൽ കുടുങ്ങിയത് കണ്ടു. കുറുക്കൻ മനുഷ്യന്മാരുടെ ഇങ്ങോട്ട് തന്നെ വന്ന് ആ ജാർ അവർ അയച്ചു കൊടുത്തു. പക്ഷേ ഇവിടെ അതല്ല സംഭവം. ഇവിടെ ഒരു കരടിയുടെ തലയിലാണ് ഒരു ജാറ് കുടുങ്ങിയത്. മാത്രമല്ല ആ കരടി അനങ്ങാതെ നിൽക്കുന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ടും കരടി അത് മനുഷ്യന്മാരുടെ അടുത്ത് നിന്നുള്ള ഒരു അപകടമാണ് എന്ന് പ്രതീക്ഷിക്കും. പക്ഷെ ഇവരെല്ലാവരും കൂടി ആ കരടിയുടെ പിന്നാലെ തന്നെ ഓടുകയും അതിനെ പിടിച്ചു നിർത്തുകയും ശേഷം അതിന്റെ തലയിൽ നിന്ന് ആ ജാർ പുറത്തെടുക്കുകയും ചെയ്തു. സോ ഇവിടെ ഒരു കുഴിയിൽ ഒരു ആമയും അതേപോലെ ഒരു നായും കുടുങ്ങിപ്പോയതാണ്. ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ ഒരു കുഴിയിൽ കുടുങ്ങിപ്പോയത് എന്ന് അറിയില്ല. എന്തായാലും ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ വന്നിട്ട് അവരെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നായയും ആമയും ഫ്രീ ആയിട്ടാണുള്ളത്. കാട്ടിൽ തീ പിടിച്ചപ്പോൾ അവിടെ ഒരു കോല ഉണ്ടായിരുന്നു. ആ കോലയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോഴായിരുന്നു ഈ സ്ത്രീ ആ കോലയെ രക്ഷപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. തന്റെ ഷർട്ട് അഴിക്കുകയും എന്നിട്ട് ആ കോലയെ പോയി രക്ഷിക്കുകയുമാണ് ഈ സ്ത്രീ ചെയ്തത്. ഒരു ആന നിങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ വീണാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഇവിടെ ഒരു ആനക്കുട്ടി ഒരു കിണറ്റിൽ വീണു പോയതാണ്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ആനക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് വന്നു. അവസാനം JCB വന്ന് ആ കിണർ പൊളിക്കേണ്ടി വന്നു ഈ ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ വേണ്ടി. ആനക്കുട്ടിയുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആനക്കുട്ടി നല്ല ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഉണ്ടായത്. എന്നാലും ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് അവർക്ക് ആർക്കും അറിയില്ല. ഒരു കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് പോയതാണ്. ആ കാറിന്റെ അകത്ത് ഒരു നായും അവര് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടപ്പോൾ അവര് പോലീസിനെ വിളിക്കുകയും ശേഷം അവര് കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ആ നായെ പുറത്തെടുക്കുകയും ചെയ്തു. ആ നായാണെങ്കിൽ മരണത്തോട് അടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അപ്പോൾ തന്നെ അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു. അതിന് ക്ലിനിക്കിൽ കൊണ്ടുപോയി. ശേഷം ആ നായ ഇപ്പോൾ നല്ല ആരോഗ്യവാനായിട്ട് തന്നെയുണ്ട്. ഇവിടെ ഇവര് റോഡിൽ ഒരു പൂച്ചക്കുട്ടിയെ കാണുകയാണ്. വളരെ മോശം അവസ്ഥയിൽ തന്നെയായിരുന്നു ആ പൂച്ചക്കുട്ടി ഉണ്ടായത്. അതിന്റെ കണ്ണുകൾക്കെല്ലാം തന്നെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും കൂടി അതിനെ നോക്കാനായി തീരുമാനിച്ചു. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു.
ഇവിടെ ആ സൈഡിൽ കുറെ കടലാമകൾ നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇവരെന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. സംഭവം വേറൊന്നുമല്ല, അവരുടെ കൂട്ടുകാരൻ ആ ഒരു ഹോളിൽ കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ ഇദ്ദേഹത്തിനോട് ആ കടലാമകളെല്ലാം കൂടി കൈ കാണിച്ച് സഹായിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശേഷം അദ്ദേഹം പോയി ആ ഹോളിൽ കുടുങ്ങിയ ആമയെ രക്ഷിക്കുകയും ചെയ്തു. എന്നാലും ഈ കരടി എങ്ങനെയാണ് വെള്ളത്തിലെത്തിയത് എന്ന് എനിക്കറിയില്ല. ഇവിടെയും ഈ കരടിയുടെ തലയിൽ ഒരു ജാറ് കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ അതിലെ ബോട്ടിൽ പോകുന്ന ആൾക്കാർ അതിന്റെ തലയിൽ നിന്ന് ആ ജാറ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ രണ്ട് മാനുകൾ തല്ലുകൂടുന്ന സമയത്തായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കൊമ്പുകൾ ആ ഒരു ഫെൻസിലായിട്ട് കുടുങ്ങിപ്പോയത്. അങ്ങനെ അവർ കുറെ സമയം അവിടെ കുടുങ്ങിക്കിടന്നു. അപ്പോഴായിരുന്നു ഇവരതിനെ കാണുകയും ഇവരതിനെ രക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവർ ചെയ്തത്. കാരണം ഈ രണ്ട് മാനുകളും വളരെ അപകടം പിടിച്ചത് തന്നെയാണ്. വേണമെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇവരെ ആക്രമിക്കാം. പക്ഷെ ഇവർ ആ റിസ്ക് ഏറ്റെടുത്ത് അതിനെ രക്ഷിച്ചു. ഷാർക്കിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ, വളരെ അപകടം പിടിച്ച ജീവി തന്നെയാണ് ഷാർക്ക്. സോ ഇവിടെ ഒരു ബീച്ചില് ഒരു ഷാർക്ക് അടിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ അടിഞ്ഞു പോയാൽ ഉറപ്പായിട്ടും ആ ഷാർക്ക് അവിടെ തന്നെ ചത്തുപോകും. പക്ഷെ ഇവർ അതിന്റെ വാല് ഒരു ബോട്ടിൽ കെട്ടുകയും ശേഷം അതിനെ വെള്ളത്തിലേക്ക് വിടുകയും ചെയ്തു. ഇവിടെ കുറേ സീൽസിനെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഒരു സീലിന്റെ ദേഹത്ത് ഫിഷിംഗ് നെറ്റ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഓടിപ്പോകുന്ന ആ സീലിനെ പിടിക്കുകയും അതിന്റെ ദേഹത്ത് നിന്ന് ആ ഫിഷിംഗ് നെറ്റ് അഴിച്ചെടുക്കുകയും ചെയ്തു. ഇവിടെ ഒരു ആന കരയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. എന്തിനാണ് എന്ന് ചോദിച്ചാൽ തന്റെ സ്വന്തം കുട്ടി അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് സഹായം ചോദിക്കുകയാണ് ഈ അമ്മ. ഇതൊരു കുട്ടിയാണെങ്കിൽ കൂടി ആനക്കുട്ടിയാണ്. അപ്പോൾ ഇത്രയും ആഴമുള്ള ആ ഒരു കുഴിയിൽ നിന്ന് ഈ ആനക്കുട്ടിയെ പുറത്തെടുക്കല് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവര് അതിനെ പുറത്തെടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ ഈ പട്ടിക്കുട്ടി പരിക്ക് പറ്റി ശരിക്കും പറഞ്ഞാൽ മരണത്തിനടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അതിന്റെ അമ്മ മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് കരയുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. കാരണം ആ അമ്മക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോഴായിരുന്നു ഈ റെസ്ക്യൂ ടീം വന്നതും ആ പട്ടിക്കുട്ടി അവരെ രക്ഷിക്കാനും തീരുമാനിച്ചു. ആ പട്ടിക്കുട്ടി ആ അമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കരയുന്നത് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാം. പക്ഷേ അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആ പട്ടിക്കുട്ടി അതിന്റെ അമ്മയുടെ കൂടെ തന്നെ തിരിച്ചു വിടുകയും അവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു മുതലയുടെ തല ടയറിൽ കുടുങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചു. ഇവിടെ ഒരു ജിറാഫിന്റെ കഴുത്തിലാണ് ആ ടയർ കുടുങ്ങിയത്. അത്രയും വലിയ ടയർ ആ ജിറാഫിന്റെ കഴുത്തിൽ നിന്ന് പുറത്തെടുക്കൽ എന്ന് പറയുമ്പോൾ വലിയൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അവരെങ്ങനെയാണ് ആ ജിറാഫിന്റെ കഴുത്തിൽ നിന്ന് ആ ടയർ പുറത്തെടുത്തത് എന്ന് നമ്മൾക്ക് കണ്ടു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്ര നേരം നമ്മൾ മനുഷ്യര് മൃഗങ്ങളെ രക്ഷിക്കുന്നത് കണ്ടു. സോ ഇവിടെ മനുഷ്യരല്ല, ഇവിടെ മൃഗത്തെ തന്നെയാണ് രക്ഷിക്കുന്നത്. ഒരു ആനക്കുട്ടി ആ വെള്ളത്തിൽ വീഴുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ആ ആനക്കുട്ടി വെള്ളത്തിൽ വീണപ്പോൾ തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് രണ്ട് ആന വന്നു. അങ്ങനെ അവര് ആ ആനക്കുട്ടി ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് പുറത്തെടുക്കുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്ക്യൂ വീഡിയോ ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. യു ഗൈസ്.